ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് ഒരു 9:30 തന്നെ പറവൂർ ടൗൺ ഹാളിൽ അദ്ദേഹത്തിന്റെ പൊതുദർശനം ആരംഭിക്കും. അതിന്റെ സജ്ജീകരണമെല്ലാം ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സിനിമാ മേഖലയിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെല്ലാം തന്നെ ടൗൺ ഹാളിലേക്കായിരിക്കും എത്തിച്ചേരുക എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള ആളുകളും ഈ ടൗൺ ഹാളിലേക്കായിരിക്കും എത്തിച്ചേരുക. അതിനുശേഷം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക്, അതായത് ഇവിടുന്ന് ഏതാണ്ട് ഒരു 2-3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക്, ലാഫിംഗ് വില്ല എന്ന വീട്ടിലേക്കുള്ളത്. ആ വീട്ടിലേക്ക് ഒരുപക്ഷെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പോയേക്കും എന്നുള്ളതാണ് വിവരം. ഏതായാലും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളുകളൊക്കെ തന്നെയും ഈ ടൗൺ ഹാളിലേക്കായിരിക്കും എത്തുക എന്നാണ് നമുക്ക് ഇതുവരെയും മനസ്സിലാക്കാൻ കഴിയുന്നത്. 9:30 തന്നെ അദ്ദേഹത്തിന്റെ പൊതുദർശനം ഇവിടെ ആരംഭിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് പറവൂരിൽ. അതുകൂടാതെ ഈ ആളുകളൊക്കെ തന്നെയും ഇങ്ങോട്ടേക്ക് എത്തി തുടങ്ങുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 9:30 തുടങ്ങുന്ന പൊതുദർശനം ഏതാണ്ട് ഒരു 12:30 വരെ നീണ്ടു നിൽക്കും. 12:30 ശേഷമായിരിക്കും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്. ഈ സമയക്രമീകരണം ഒരുപക്ഷെ മാറാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്നുള്ളതാണ്. കാരണം നിരവധി ആളുകളൊക്കെ ആശുപത്രിയിൽ നിരവധി ആളുകൾ എത്തിയിരുന്നു. അതിന് പിന്നാലെ ഇപ്പം ഇങ്ങോട്ടേക്കും നിരവധി ആളുകൾ എത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഈ സമയക്രമീകരണത്തിൽ ഒരുപക്ഷെ ഒരു മാറ്റമൊക്കെ വരാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ഏതായാലും ഈ ഒരു ടൗൺ ഹാളിലായിരിക്കും ഭൂരിഭാഗം ആളുകളും എത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും മഹാനടൻ, അതായത് ചിരിയുടെ മണവാളൻ എന്നാണ് നമുക്ക് ഈ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ കഴിയുക. കാരണം അദ്ദേഹം ചെയ്തു വെച്ച ഓരോ കഥാപാത്രങ്ങളും അത്ര കണ്ട് മലയാളികൾ ചിരിച്ചിട്ടുള്ളതാണ്. നമ്മുടെയൊക്കെ പല സംഭാഷണങ്ങളിൽ പോലും കടന്നു വരുന്ന പല ക്യാരക്ടറുകളും അദ്ദേഹം ചെയ്തു വെച്ചത് ആ നിലയിൽ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഡയലോഗുകൾ അത് നമ്മൾ പലപ്പോഴും പരസ്പരം സംസാരിക്കുമ്പോഴൊക്കെ നമ്മുടെ കൂട്ടുകാർക്കിടയിൽ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ തമാശയ്ക്ക് വേണ്ടിയൊക്കെ പറയുന്ന ഒരു ഡയലോഗുകളുണ്ട്. ഏതായാലും അത്തരത്തിലുള്ള പല കഥാപാത്രങ്ങളും മലയാളികൾക്ക് സമ്മാനിച്ചുകൊണ്ടാണ് സലീം കുമാർ എന്ന ആ ഒരു മഹാനടൻ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്. ഒരിക്കലും മലയാളികൾ അദ്ദേഹത്തെ മറക്കില്ല. കാരണം മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ പ്രിയപ്പെട്ട കലാകാരന്മാരിൽ ഒരാൾ തന്നെയായിരുന്നു സലീം കുമാർ. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എപ്പോഴും അദ്ദേഹം മുറുകെ പിടിച്ചിരുന്നു. കാരണം തനിക്ക് എന്താണോ പറയാനുള്ളത് അത് ആരെയും നോക്കാതെ ആരുടെയും മുഖത്ത് നോക്കി പറയുന്ന ഒരു സ്വഭാവക്കാരൻ തന്നെയായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി നമുക്കറിയാം ഈ തിരഞ്ഞെടുപ്പുകളിലൊക്കെ, അതായത് കോൺഗ്രസുമായി ചേർന്ന് നിന്ന് തിരഞ്ഞെടുപ്പുകളിലൊക്കെ വളരെ സജീവമായി പ്രവർത്തിച്ചിട്ടുള്ള ആളായിരുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും വി.ഡി. സതീശൻ്റെ ഇവിടുത്തെ കൺവെൻഷൻ ഓഫീസൊക്കെ ഉദ്ഘാടനം ചെയ്തത് സലീം കുമാർ ആയിരുന്നു. കൂടാതെ അദ്ദേഹത്തിന് വേണ്ടി പ്രചരണ രംഗത്ത് സജീവമായിരുന്നു. കൂടാതെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നം അദ്ദേഹത്തെ വലിയ രീതിയിൽ അലട്ടിയിരുന്നെങ്കിലും തൻ്റെ സമീപ മണ്ഡലങ്ങളിലൊക്കെ, ആലുവ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലൊക്കെ അദ്ദേഹം ഈ പ്രചരണത്തിന് വേണ്ടി പോയിരുന്നു. അങ്ങനെ തൻ്റെ അവസാന നാളുകളിലും അദ്ദേഹം വളരെയധികം സജീവമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ, ഈ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അദ്ദേഹം അനുഭവിച്ചിരുന്നതാണ്. ഏതാണ്ട് 1969 ഒക്ടോബറിലാണ് അദ്ദേഹം വടക്കൻ പറവൂരിൽ അദ്ദേഹം ജനിക്കുന്നത്. പിന്നീട് തൻ്റെ അമ്മയിൽ നിന്ന് കിട്ടിയ ആ ഒരു ഹ്യൂമർ സെൻസ്, അല്ലെങ്കിൽ ആ ഒരു സെൻസാണ് അദ്ദേഹത്തിന് പിന്നീട് സിനിമയിലേക്കൊക്കെ വരാൻ പ്രചോദനമായതും അദ്ദേഹം സിനിമയിലേക്ക് കടന്നു വരുന്നതും. ആദ്യഘട്ടത്തിലൊക്കെ തന്നെയും അദ്ദേഹം സിനിമകളിൽ വന്നതിന് ശേഷം തെങ്കാശിപ്പട്ടണമാണ് അദ്ദേഹത്തിന് വലിയൊരു ബ്രേക്ക് ത്രൂ നൽകിയ സിനിമ. കാരണം നമുക്കറിയാവുന്നതാണ് തെങ്കാശിപ്പട്ടണത്തിൽ ചെയ്തിട്ടുള്ള ആ KDN കമ്പനിയിലെ മാനേജർ എന്നുള്ള ആ ഒരു കുതിരവണ്ടിക്കാരനൊക്കെയായി വരുന്നു. പിന്നീട് ആ സിനിമയുടെ ഗതി തന്നെ മാറുന്ന ദിലീപിനൊപ്പം ചേർന്ന് നിന്ന് വളരെയധികം രസകരമായ കോമഡികളൊക്കെ പറഞ്ഞു പോകുന്ന സലീം കുമാർ. പിന്നീട് നമ്മൾ ഇങ്ങോട്ട് പരിശോധിക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ നെയിം കൊണ്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്. മീശമാധവനിലെ അഡ്വക്കേറ്റ് മാധവനുണ്ണി, അതോടൊപ്പം തന്നെ കണ്ണൻ സ്രാങ്ക്, മായാവിയിലെ കണ്ണൻ സ്രാങ്ക്, അങ്ങനെ തുടങ്ങി നിരവധി കഥാപാത്രങ്ങൾ നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് കണ്ടിട്ടുണ്ട്. പിന്നീടാണ് ഈ അച്ഛനുറങ്ങാത്ത വീട്, അതോടൊപ്പം തന്നെ ആദാമിൻ്റെ മകൻ അബു തുടങ്ങിയ സിനിമകൾ അദ്ദേഹത്തിൻ്റെ ഒരു വേഷപ്പകർച്ച നമ്മൾ കാണുന്നത്. അതായത് അതുവരെയും ഒരു കോമഡി കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ തമാശ രൂപേണയുള്ള കഥാപാത്രങ്ങൾ മാത്രം ചെയ്തിരുന്ന ഒരു സലീം കുമാറിനെ പിന്നീട് നമ്മൾ കാണുന്നത് ഈ അച്ഛനുറങ്ങാത്ത വീട്, അതോടൊപ്പം തന്നെ ഈ ആദാമിൻ്റെ മകൻ അബു തുടങ്ങിയ സിനിമകളിലൊക്കെ നമ്മൾ അദ്ദേഹത്തെ കാണുമ്പോൾ വളരെ വികാരപരമായി, അല്ലെങ്കിൽ ഒരു മലയാളികളെ കരയിപ്പിക്കുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ ചെയ്ത ആ ഒരു മനുഷ്യനെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ എല്ലാ മേഖലയിലും, അത് കൂടാതെ അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയുണ്ട്, ദൈവമേ കൈതൊഴാം കേക്കുമാറാകണം എന്ന സിനിമ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. കൂടാതെ മറ്റു ചില റഹീമാണ് ഇപ്പോൾ പറവൂർ ടൗൺ ഹാളിൽ നിന്നുള്ള വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ 9:30 പൊതുദർശനം ആരംഭിക്കുക. 12 മണിവരെയാണ് ക്രമീകരിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പറവൂർ മുനിസിപ്പൽ ചെയർമാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനുശേഷം വൈകിട്ടോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ സ്വന്തം വീട്ടുവളപ്പിൽ നടക്കുക. മതപരമായ എല്ലാ ചടങ്ങുകളും ഒഴിവാക്കിക്കൊണ്ടുള്ള
സംസ്കാര ചടങ്ങുകളായിരിക്കും നടക്കുക. ഔദ്യോഗിക ബഹുമതിയോടുകൂടി തന്നെയായിരിക്കും പ്രിയപ്പെട്ട കലാകാരന് കലാകേരളം യാത്രയയപ്പ് നൽകുക.